യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 10. ചുരുളേന്തിയ ദൂതൻ. മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ശിരസിനു മീതെ മഴവില്ല്, മുഖം സൂര്യനെപ്പോലെ, പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെയും. അവൻ്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥച്ചുരുളുണ്ടായിരുന്നു. അവൻ വലത്തുകാൽ കടലിലും ഇടത്തുകാൽ കരയിലും ഉറപ്പിച്ചു. സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ ഒരുങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു. ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കട്ടെ, അത് രേഖപ്പെടുത്തരുത്. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത് കൈ സ്വർഗത്തിലേക്കുയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബരം ഉണ്ടാവുകയില്ല. ഏഴാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവമറിയിച്ച രഹസ്യം നിവൃത്തിയാക്കും. ചുരുൾ വിഴുങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിലത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം.